ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഒരു ശരാശരി മലയാളിയുടെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്നാണ് ഒരു പുതിയ വീട് വാങ്ങുക, അല്ലെങ്കിൽ ഒരു സ്ഥലം വാങ്ങിച്ച് വീട് പണിയുക, ഒരു ഫ്ലാറ്റ് വാങ്ങുക എന്നുള്ളതൊക്കെ. ഈയിടെയായിട്ട് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ സ്ഥലം വാങ്ങിച്ച് വീട് പണിയുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ ആളുകളും ഇഷ്ടപ്പെടുന്നത് ഒരു ഫ്ലാറ്റ് വാങ്ങുക, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പഴയ വീട് തന്നെ വാങ്ങി അത് റെനോവേറ്റ് ചെയ്യുക, അങ്ങനെ ചില കാര്യങ്ങളാണ്. ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങൾ നമുക്ക് പിന്നീട് വലിയൊരു വിനയായിട്ട് മാറാറുണ്ട്. ജീവിതകാലം മുഴുവൻ അതൊരു വലിയൊരു ബാധ്യതയായിട്ട് നമുക്ക് മാറാറുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ശരിക്കും വക്കീലിൻ്റെ അഭിപ്രായത്തിൽ നമ്മളൊരു ഫ്ലാറ്റ് നമ്മൾ വാങ്ങുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്, അതെന്തൊക്കെയാണ്? നേരത്തെ പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഒരു ശരാശരി മലയാളിയല്ല, ഏതൊരു മനുഷ്യൻ്റെയും ബേസിക് ആയിട്ടുള്ള ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഒരു വീടുണ്ടാക്കുക. നേരത്തെ പറഞ്ഞ അതേ കാര്യം ഞാൻ ഒന്നുകൂടി പറയുന്നു. ഇപ്പോഴത്തെ മലയാളികളുടെ ഒരു മനസ്ഥിതി വെച്ച് നോക്കുകയാണെങ്കിൽ കഴിവതും പല രീതിയിലുള്ള ലേബറേഴ്സിനൊന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ ഫ്ലാറ്റിലേക്ക് ഒതുങ്ങാറാണ് മിക്കവാറും പതിവ്. അപ്പോൾ ഫ്ലാറ്റ് വാങ്ങുക എന്ന കാര്യം വളരെ എളുപ്പമാണ്. പക്ഷേ അത് യഥാർത്ഥത്തിൽ ഏറ്റവും നല്ല രീതിയിൽ രേഖകൾ പ്രകാരവും മറ്റും കൃത്യമായ രീതിയിലുള്ള ഫ്ലാറ്റ് കിട്ടുക എന്നുള്ളതാണ് പ്രയാസമുള്ളത്. അതുപോലെ തന്നെ പണം കൊടുത്തു കഴിഞ്ഞാൽ കൃത്യസമയത്ത് അത് നമുക്ക് കിട്ടുമോ എന്നുള്ളത് വേറൊരു പ്രശ്നമാണ്. അപ്പോൾ ഞങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് വളരെയധികം ഇത്തരം കേസുകൾ വരാറുണ്ട്. വലിയ എമൗണ്ടൊക്കെ കൊടുത്ത് പലപ്പോഴും എന്തൊക്കെയോ രേഖകൾ അവർക്ക് കിട്ടുന്നു, പക്ഷേ ഒരിക്കലും അവർക്ക് വീട് കിട്ടാത്തോ അല്ലെങ്കിൽ ഫ്ലാറ്റ് കിട്ടാത്തോ അവസ്ഥ സ്ഥിരമായി ചതിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ട്. എനിക്ക് തോന്നുന്നു പലപ്പോഴും നമുക്കിപ്പോൾ ലേബേഴ്സിനൊക്കെ നോക്കി അല്ലെങ്കിൽ എഞ്ചിനീയർ പിന്നാലെ നടക്കാനൊന്നും സമയമില്ലാത്ത മലയാളികൾ, പ്രത്യേകിച്ചും പ്രവാസി മലയാളികളായിരിക്കും ഇത്തരം ഒരു ഫ്ലാറ്റ് വാങ്ങുന്നതിലേക്ക് പലപ്പോഴും അവർക്ക് ടൈം ഉണ്ടാവാറില്ല. അവർ പ്രത്യേകിച്ച് നിർമ്മിച്ച് വെച്ചിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് എത്രയും പെട്ടെന്ന് വാങ്ങുക, മറ്റേ താക്കോല് കയ്യിൽ വാങ്ങുക, അതിൻ്റെ പൈസ കൃത്യ അളവിൽ കൊടുക്കുക. പക്ഷെ അത്രയും നമ്മൾ റിസ്ക് ഒഴിവാക്കാനാണ് പലപ്പോഴും അവർ ശ്രദ്ധിക്കുക. പക്ഷെ കാര്യത്തോട് എടുക്കുമ്പോൾ അവരായിരിക്കും ഏറ്റവും കൂടുതൽ റിസ്ക് അനുഭവിക്കേണ്ട അവസ്ഥ വരുന്നത്. ഈ തരത്തിൽ നമുക്ക് സമയമില്ലായ്മ എന്നുള്ളതൊക്കെ വെച്ച്, അതുപോലെ തന്നെ നമുക്ക് ലേബറേഴ്സിന് കിട്ടാത്ത കാര്യമൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും സമയം ലാഭിക്കാനാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ പലപ്പോഴും അത് നേരെ തിരിച്ചാണ് സംഭവിക്കാറ്. പിന്നെ നമ്മളുടെ ഉള്ള സമയം പോലും അതുപോലെ തന്നെ മനസ്സുഖം പോലും ഇല്ലാത്ത അവസ്ഥ വരും. കാരണം വെച്ചാൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ അദ്ദേഹം സമ്പാദിച്ച പണമാണ് ഈ ഫ്ലാറ്റ് വാങ്ങാനോ മറ്റോ നമ്മൾ അഡ്വാൻസ് ആയിട്ടോ മറ്റോ കൊടുക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു നിയമപ്രശ്നത്തിൽ പെടാതിരിക്കാം. ഞാനെപ്പോഴും നമ്മുടെ ചാനലിൽ ഒരു നിയമപ്രശ്നത്തിൽ പെട്ടിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമല്ല പറയാറുള്ളത്. വരാതിരിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഏറ്റവും ആദ്യം ഇത്തരത്തിലൊരു ഫ്ലാറ്റ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ ഇത്തരം ഒരു വില്ല വാങ്ങുമ്പോൾ, വീട് പഴയത് വാങ്ങുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ, വീടിനെ പറ്റി പറയാനില്ല, പക്ഷെ ഒരു ഫ്ലാറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ പണം മുടക്കുന്നതെന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ അതിന് അല്ലെങ്കിൽ ആ ഫ്ലാറ്റ് പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ പെർമിറ്റ് ലഭിച്ചിട്ടുണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മളൊരു പരസ്യം കണ്ടാൽ ഉടൻ തന്നെ പണം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അതിന് പെർമിറ്റ് കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ പെർമിറ്റ് കൃത്യമായിട്ട് അനുവദിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യണം. അതിനുശേഷം മാത്രമാണ് നമുക്ക് ആദ്യത്തെ ഒരു കാര്യത്തിലേക്ക് കടക്കേണ്ടതുള്ളൂ. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഈ മരടിലൊക്കെ നമ്മൾ ഫ്ലാറ്റ് പൊളിക്കുന്നൊരവസ്ഥയിലേക്കൊക്കെ നമ്മൾ കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിനിടയിൽ നമ്മൾ ഇത്രയും വലിയ, നമ്മളിപ്പോൾ ചെറിയ സാധാരണക്കാരല്ല, വലിയ ഹോൾഡുള്ള ചലച്ചിത്ര താരങ്ങൾ വരെ ഈ ലോക്കിൽ പെട്ടുപോയിട്ടായിരുന്നു. ഇപ്പോൾ ബ്ലസ്സിയെ പോലുള്ള സംവിധായകർ, സൗബിനെ പോലെയുള്ള ആക്ടേഴ്സ്, ഇവരൊക്കെ കായൽ ആ ഒരു വകുപ്പിലൊക്കെ അതിനൊന്നും കൃത്യമായ കാര്യങ്ങൾ അവർക്ക് ആ സമയത്ത് ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അവർ അതിനെ ട്രസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഫേമിനെ. അപ്പോൾ തീർച്ചയായിട്ടും ഈ പെർമിറ്റ് വലിയൊരു കാര്യം തന്നെയാണ്, ഏറ്റവും വലിയൊരു കാര്യമാണ്. അതെ. പെർമിറ്റ് ഇല്ലാതെ ഇപ്പോൾ ഈ തരത്തിലുള്ള അനധികൃത നിർമ്മാണത്തിലൊക്കെ പോയി പൈസ കൊടുത്ത് അത് പണിതിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ, പക്ഷെ അതിന് കൃത്യമായ പെർമിറ്റ് ഉണ്ടാവില്ല. പുഴയുടെ തീരത്ത് അല്ലെങ്കിൽ കായലിന്റെ തീരത്ത് അല്ലെങ്കിൽ സോണിലൊക്കെ വരുന്ന സമയത്ത് പിന്നീട് അതൊരു, ഇപ്പോഴത്തെ നിയമങ്ങൾ വളരെ കടുത്തതാണ്. പൊളിച്ചു കളഞ്ഞാൽ തന്നെ നമുക്ക് ആ പേയ്മെന്റ് ഒന്നും തിരിച്ചൊരിക്കലും കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ആദ്യം ഇങ്ങനെ പെർമിറ്റിനെ സംബന്ധിച്ച് നോക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം, പെർമിറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രണ്ടാമത്തെ ഒരു കാര്യം എന്താണ് ശരിക്കും? രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഫ്ലാറ്റ് പണിയാൻ ഉദ്ദേശിച്ചിട്ടുള്ള സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശത്തെ സംബന്ധിച്ചുള്ള രേഖകൾ കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. അതിന് വേറെ യാതൊരു തരത്തിലുള്ള ഓണർഷിപ്പിന് യാതൊരു വിധത്തിലുള്ള തർക്കങ്ങൾ ഇല്ല എന്നുള്ള ഉറപ്പുവരുത്തേണ്ട ഒരു ഉത്തരവാദിത്തം. നമ്മളെപ്പോഴും പറയാറുണ്ട്, ലെറ്റ് ദി ബയർ ബി വെയർ. വാങ്ങുന്നയാളാണ് എപ്പോഴും സൂക്ഷിക്കേണ്ടത്. അപ്പോൾ ആ തരത്തിൽ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പണം ₹1 കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അത് കൃത്യമായിട്ടും മനസ്സിലാക്കിയിട്ട്, അപ്പോൾ രേഖകൾ പരിശോധിച്ചതിന് ശേഷം മാത്രം അഡ്വാൻസ് പോലും നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ. ബിൽഡിംഗ് നമ്പർ എന്ന് പറയുന്ന ഒരു കാര്യം ശരിക്കും ഇവിടെയാണോ നമ്മൾ നോക്കേണ്ടത്? ആ ബിൽഡിംഗ് നമ്പർ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഫ്ലാറ്റൊക്കെ ചിലപ്പോൾ പണിതിട്ടുണ്ടായിരിക്കാം, വീടും പണിതിട്ടുണ്ടായിരിക്കാം, വില്ലും പണിതിട്ടുണ്ടായിരിക്കാം. എല്ലാം പണി കഴിഞ്ഞു അടുത്ത് തന്നെ നമ്പർ ഇട്ട് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടും ചിലപ്പോൾ ധരിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഒരിക്കലും ഇത്തരത്തിലുള്ള പല രേഖകൾ മൂലമുള്ള പ്രശ്നങ്ങളോ മറ്റോ മുഖാന്തരം ഒരിക്കലും ചിലപ്പോൾ റോഡിൽ നിന്ന് ഇത്ര വീതിയിട്ടില്ല എന്നുള്ള കാരണത്താലൊക്കെ ചിലപ്പോൾ നമ്പർ കിട്ടില്ല. അപ്പോൾ ആ നമ്പർ
കിട്ടിയ പ്രോപ്പർട്ടീസ് വാങ്ങിയായിരിക്കും കുറച്ചുകൂടി നമ്മളെ സംബന്ധിച്ച് സേഫ്. അല്ലെങ്കിൽ നമ്മളെല്ലാം പണം കൊടുത്ത് പിന്നെ നമ്പർ ഇടാൻ പോകുന്ന സമയത്തായിരിക്കും ഇത് ഒരു നിശ്ചിത ദൂരം. ഈ ബിൽഡിംഗ് നമ്പർ എന്നുള്ളത് ശരിക്കും വലിയൊരു ഹർഡിലാണ്. അത് കവർ ചെയ്താൽ മാത്രമാണ് അത് അനധികൃത നിർമ്മാണത്തിൽ താമസിക്കുന്ന ഒരു പ്രതീതിയോ അല്ലെങ്കിൽ അനധികൃത നിർമ്മാണം എപ്പോഴും ചിലപ്പോൾ പൊളിച്ചു പോവാം. അപ്പോൾ അതും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, നമ്മളിപ്പോൾ 2-3 കാര്യങ്ങൾ ഇതിനോടൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. ഇനി പ്രധാനപ്പെട്ട ഏത് കാര്യമാണ് നമ്മളൊരു ഫ്ലാറ്റ് വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു വില്ല വാങ്ങുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? പിന്നെ ഭൂവിഭജനമൊക്കെ നടത്തിയിട്ട് ഒരു തിരിച്ചിട്ടുള്ള ഒരു ഭൂമിയൊക്കെ ആണെങ്കിൽ അതിൻ്റെ കൃത്യമായ ലേ ഔട്ട് നമ്മൾ മനസ്സിലാക്കി എല്ലാ തരത്തിലും അത് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമാണ് അത് വാങ്ങാൻ പാടുള്ളൂ. പലപ്പോഴും നമ്മൾ ഈ ഒരു ഫ്ലാറ്റ് പണിയുക അല്ലെങ്കിൽ ഒരു വില്ല പണിയുക അല്ലെങ്കിൽ ഒരു വില്ല പ്രൊജക്റ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വാങ്ങുന്ന ആൾ ചിലപ്പോൾ ആ വില്ല എല്ലാ പണിയും കഴിച്ചിട്ട് അതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പിലായിരിക്കും അല്ലെങ്കിൽ ഒരു പകുതി ദൂരം പിന്നിട്ട് ശേഷമായിരിക്കും അയാൾ ഇതിനെ പറ്റിയിട്ട് മനസ്സിലാക്കുന്നത്. പക്ഷേ വളരെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ ഈ ഭൂമി അവിടെ വാങ്ങുന്ന ഒരു ഘട്ടം തൊട്ട് തന്നെ ഇതിൻ്റെ എന്താ പറയുക ബിൽഡർ ഇതിൻ്റെ പുറകിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ലേ ഔട്ട് കാര്യങ്ങളൊക്കെ പരിശോധിക്കുക എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്താണ് ശരിക്കും അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഭൂവിഭജനമൊക്കെ നടത്തിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിക്ക് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലേ ഔട്ട് നമ്മൾ കൃത്യമായി പരിശോധിച്ച് അവിടെ പണിയാനുള്ള കൃത്യമായിട്ട് ആ പ്ലോട്ടിൽ തന്നെയാണ് പണിതിട്ടുള്ളത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ആ ലേ ഔട്ട് കൃത്യമായിട്ട് അവിടെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. നമ്മൾ സാധാരണ ചില സ്ഥലങ്ങൾ വിൽക്കുമ്പോൾ നമ്മുടെ ചില ഫ്രണ്ട്സ് പറയാറുണ്ട് ആ സ്ഥലം നമ്മളൊരു ഫ്ലാറ്റ് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് കൊടുക്കാൻ വിചാരിച്ചിരുന്നതാണ്, ഒരു ബിൽഡർക്ക് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നതാണ്. പക്ഷേ ആളത് വാങ്ങാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം പറയുന്നത് ഇതിൻ്റെ 3 സൈഡ് റോഡ് ഉണ്ടെന്നൊക്കെയാണ്. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിനെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത്? ഈ ഫ്ലാറ്റ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് ഈ പറഞ്ഞത്. അതായത് കൃത്യമായിട്ട് സൗകര്യങ്ങൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. സൗകര്യങ്ങൾ ഉറപ്പുവരുത്തേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ സൗകര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ കൃത്യമായിട്ട് റോഡിൽ നിന്നും കൃത്യമായ വീതി അല്ലെങ്കിൽ ദൂരപരിധി ഓരോ സൈഡിലും അത് പാലിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. പിന്നെ കാർ പാർക്കിംഗ് കൃത്യമായിട്ട് നമുക്കുണ്ടോ ഇല്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. ഇതൊക്കെ നമുക്ക് പിന്നീട് ജീവിക്കാനും അല്ലെങ്കിൽ തന്നെ നിയമപരമായിട്ടും ഒക്കെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. ഇതൊക്കെ പലപ്പോഴും നമ്പർ ഇടുന്നതിനെ സംബന്ധിച്ച് പോലും പിന്നീട് തർക്കമുണ്ട്. അപ്പോഴൊക്കെ ഒരു വാങ്ങുന്ന ആൾ എന്തായാലും ഇതൊക്കെ കൂടുതൽ ശ്രദ്ധിക്കണം. നമ്മളൊരു ഫ്ലാറ്റ് വാങ്ങിയിട്ട് നമ്മുടെ കാറ് റോഡിൽ പാർക്ക് ചെയ്യുക എന്നുള്ളത് ചിന്തിക്കാൻ പാടില്ല എന്നുള്ളത്. അതെ അതെ, നമ്മളിപ്പോ കാറില്ലാത്ത ആൾക്കാരുടെ മോഹം പോലും എന്താണ് അടുത്തൊരു കാർ വാങ്ങുന്നുള്ളതാണ്. അപ്പൊ കാറ് വാങ്ങി പലപ്പോഴും പല സ്ഥലങ്ങളൊക്കെ കാണാറുണ്ട് ഫ്ലാറ്റിന്റെ പുറത്ത് റോഡ് സൈഡിൽ സ്ഥിരമായിട്ട്. അപ്പോൾ അത് നമ്മളിപ്പോൾ ഒരു മലയാളിയിലൊക്കെ എല്ലാവരും കാറിലേക്ക് തിരിയുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഫ്ലാറ്റ് വാങ്ങുമ്പോൾ നിർബന്ധമായിട്ട് നമുക്ക് കാർ പാർക്കിംഗ് സ്പേസ് എന്നുള്ള കാര്യം അല്ലെങ്കിൽ കിട്ടണം എന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം നല്ലത്. ഈ സമയത്ത് ചിലപ്പോൾ നമുക്ക് 2 വീലർ ആയിരിക്കേണ്ടത്. പക്ഷെ എന്തായാലും നമ്മളത് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് സ്ട്രക്ചറൽ ഡിസൈൻ. ഫ്ലാറ്റുകൾക്കൊക്കെ സ്ട്രക്ചർ ഉണ്ടാവും. ആ ഡിസൈനിങ്ങിന് അല്ലെങ്കിൽ ഡിസൈനിന് അംഗീകാരം വാങ്ങിയിട്ടുണ്ടോ? ഇതൊക്കെ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ എപ്പോഴും വാങ്ങുന്നയാൾ ആണ് അല്ലെങ്കിൽ ലെറ്റ് ദ ബെയർ ബിവെയർ കെവേറ്റ് ടെംപ്റ്റർ എന്നൊക്കെ പറയുന്ന കുറേ ബേസിക് റൂൾസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്നും പലപ്പോഴും ശ്രദ്ധിക്കേണ്ട. അല്ലെങ്കിൽ നമ്മൾ സാധാരണ പൈസ കൊടുക്കൽ മാത്രമാണ് സാധാരണ ചെയ്യാറ്. പിന്നീടാണ് ഇതിൻ്റെ പിറകെ നമ്മൾ പോയി അല്ലെങ്കിൽ എന്തെങ്കിലും നമ്പർ കിട്ടാത്ത സമയത്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്കോ പോകുന്ന സമയത്താണ് ഇതൊന്നും കിട്ടിയിട്ടില്ല എന്നറിയാം. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ഇത്തരം കാര്യങ്ങൾ പരമാവധി ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതെങ്ങനെയാണ് അറിയുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രോപ്പർട്ടിയിലൊക്കെ കുടിക്കട സർട്ടിഫിക്കറ്റ് എടുത്താൽ കുറച്ചൊക്കെ അറിയാം. അല്ലെങ്കിൽ നമ്മൾ അന്വേഷിക്കുന്നേ നിവൃത്തിയുള്ളൂ. ഈ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഫ്ലാറ്റ് പണിയാൻ ഉദ്ദേശിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഫ്ലാറ്റ് വാങ്ങാൻ ഉദ്ദേശിച്ചിട്ടുള്ള ആ ഫ്ലാറ്റ് നിൽക്കുന്ന പ്രോപ്പർട്ടി വേറെ കോടതി കേസുകളിലോ മറ്റോ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം. അതും നമുക്ക് പിന്നീട് വരുന്ന ഒരു പ്രശ്നമാണ്. കാരണം വെച്ചാൽ അതിൻ്റെ ഭാവിയിലെ ഓണറാണ് നമ്മൾ. അഡ്വാൻസ് കൊടുത്തു എന്നുള്ള സമയത്ത് തന്നെ അല്ലെങ്കിൽ കൊടുക്കുന്ന സമയത്ത് തന്നെ അതും കൂടി നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പോൾ എപ്പോഴും ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ വാങ്ങുന്ന ആളാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ഇനിയിപ്പോൾ നമ്മൾ പറയാൻ വിട്ടുപോയിട്ടുള്ള ചില കാര്യങ്ങളുണ്ടെങ്കിൽ എന്തൊക്കെയാണ്? പിന്നീടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥലം വാങ്ങുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യത്തിൽ ഉൾപ്പെട്ടതൊക്കെ തന്നെയാണ് നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ എല്ലാം പാലിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. നമ്മളൊരു ഫ്ലാറ്റ് വാങ്ങുന്ന സ്ഥലം ഒരു സ്മാരക അല്ലെങ്കിൽ ഒരു ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്ഥലം ആണോ, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനോ അല്ലെങ്കിൽ റെയിൽവേ ലൈനിനോ അടുത്തുള്ള ഒരു സ്ഥലമാണോ, അല്ലെങ്കിൽ എയർപോർട്ടിനടുത്തുള്ള സ്ഥലം, ഇത്തരം സ്ഥലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീരപ്രദേശത്തിനടുത്തുള്ള ഒരു സൈനിക സ്ഥലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ
അവരൊക്കെ അതിനൊക്കെ കുറേ നിയന്ത്രണങ്ങളുണ്ട്. തൊട്ടടുത്ത് സ്ഥലം വാങ്ങുകയാണെങ്കിലും ഇതൊക്കെ തന്നെ സ്ഥലം വാങ്ങുകയാണെങ്കിലും ഇതൊക്കെ തന്നെ ശ്രദ്ധിക്കണം. കാരണം ആ സ്ഥലത്താണല്ലോ ഇപ്പോൾ ഈ ഫ്ലാറ്റ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ ഒരു എയർപോർട്ടിനൊക്കെ അടുത്താണെന്നുണ്ടെങ്കിൽ അതിനൊരു നിശ്ചിത ദൂരം 5 കിലോമീറ്റർ മറ്റോ ഉണ്ട്. ആ കിലോമീറ്ററിൻ്റെ ഉള്ളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനുള്ള നിയന്ത്രണങ്ങളെല്ലാം, അല്ലെങ്കിൽ ആ ഔട്ട്സൈഡ് ആ ഒരു എന്താ പറയുക നിയന്ത്രണങ്ങൾക്ക് പുറത്താണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അല്ലെങ്കിൽ അതിന് വേണ്ട നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റൊക്കെ ഈ ഫ്ലാറ്റ് പണിയുന്ന ആൾ വാങ്ങിയിട്ടുണ്ടോ എന്നുള്ളതും കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. പിന്നെ ഒരു പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി ആക്ട് ഉണ്ട്. ഇപ്പോൾ ഇത്തരം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ടും അല്ലെങ്കിൽ ചീറ്റിംഗ് ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ ഇത്തരം ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ട് കേന്ദ്ര ഗവൺമെൻറ്. അതിൻ്റെ കേരള റെഗുലേറ്ററി ബോഡീസൊക്കെ ഉണ്ട്, അതോറിറ്റീസൊക്കെ ഉണ്ട്. ഇപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ ഒരു ഫ്ലാറ്റ് പണിയുന്ന ആൾ, അല്ലെങ്കിൽ ഒരു വില്ല പ്രോജക്റ്റൊക്കെ പണിയുന്ന ആൾ, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെടുന്ന ആൾക്കാരൊക്കെ ഈ റെറ ആക്ട് അനുസരിച്ച് രജിസ്ട്രേഷൻ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് തന്നെ ഈ റെറ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യണം. റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർമാർ എന്ന് നമ്മൾ പറയുന്ന ആൾക്കാർക്ക്. അപ്പോൾ റെറയൊക്കെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഓരോ ഘട്ടത്തിലും, ഇപ്പോൾ ഫ്ലാറ്റ് നിർമ്മാണത്തിൻ്റെ ഓരോ ഘട്ടത്തിലും എത്രത്തോളം പണിതു, അല്ലെങ്കിൽ ആ സമയത്തിനുള്ളിൽ പണിതു എന്നുള്ളതൊക്കെ ഈ അതോറിറ്റി നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴിയുന്നതും ഈ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടീസോ അല്ലെങ്കിൽ പ്രോജക്റ്റുകളിലോ ചെന്ന് അല്ലെങ്കിൽ വാങ്ങുകയായിരിക്കും കുറച്ചും കൂടി സൗകര്യം. അല്ലെങ്കിൽ ഈ ഏജൻസ് ആണെങ്കിൽ, ബ്രോക്കേഴ്സ് ആണെങ്കിൽ പോലും അത്തരം രജിസ്റ്റേർഡ് ബ്രോക്കേഴ്സ് ആണെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ വളരെയധികം ഔദ്യോഗികമായിട്ടുള്ളൊരു അംഗീകാരം. അതെ, അംഗീകാരം. അപ്പോൾ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർമാരാണ് തന്നെ ഈ തരത്തിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ കുറേ അധികം നിയന്ത്രണങ്ങൾ വെച്ചിട്ടുണ്ട്. അതിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് ആ രജിസ്ട്രേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്കാണെങ്കിൽ അവരായിട്ട് കുറച്ചും കൂടി ഇടപെടാനും ഒക്കെ ഒരു നിയമത്തിന്റെ തന്നെ പ്രൊട്ടക്ഷൻ. ശരിക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഫ്ലാറ്റ് നമ്മൾ അതിൻ്റെ ഒരു പരസ്യം കണ്ടിട്ട് നമ്മൾ വാങ്ങുമ്പോൾ ആ പരസ്യത്തിൽ പ്രത്യേകം ഉണ്ടായിരിക്കുക ഫ്ലാറ്റിന് 5 കിലോമീറ്റർ അടുത്ത് ഹോസ്പിറ്റൽ ഉണ്ടായിരിക്കും, 2 കിലോമീറ്ററിൻ്റെ അടുത്ത് സ്കൂൾ ഉണ്ടായിരിക്കും. ശരിക്കും അത് മാത്രം നമ്മൾ നോക്കാറുള്ളൂ. പക്ഷെ നമ്മൾ 1 കിലോമീറ്ററിനപ്പുറത്ത് മിലിറ്ററി ക്യാമ്പ് ഉണ്ടോ, 5 കിലോമീറ്ററിനപ്പുറത്ത് ഇത് സംരക്ഷിത സ്മാരകം ഉണ്ടോ, പുരാവസ്തു സ്മാരകം ഉണ്ടോ, ഇത്തരം കാര്യങ്ങൾ കൂടി നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ശ്രദ്ധിക്കണം. അടുത്ത് എന്തുണ്ട് എന്നുള്ളതിനൊപ്പം തന്നെ അടുത്തെന്ത് വരരുത് എന്നുള്ളത് പറഞ്ഞ എന്തെങ്കിലും റോഡ് വികസനവുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലമാണോ എന്നടക്കം നമ്മൾ റെയിൽവേ ലൈൻ വരുന്നുണ്ടോ, അല്ലെങ്കിൽ തൊട്ടടുത്താണോ. അതെ അതെ. ഇപ്പൊ നമ്മളിപ്പോ നമ്മുടെ കൊടുങ്ങല്ലൂർ ടു വലിയ പാതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ അതിൻ്റെ കഴിഞ്ഞ പരിപാടികളൊക്കെ, എന്നാലും അങ്ങനെയുള്ള പല പദ്ധതികൾ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. സമീപ ഭാവിയിൽ വരുന്നുണ്ടെങ്കിൽ നമ്മൾ 20 കൊല്ലം കഴിഞ്ഞിട്ട് വരുന്നതിനെ പറ്റി നമ്മൾ വല്ലാണ്ട് പേടിച്ചിരുന്നിട്ടും കാര്യമില്ല. പിന്നെ കേരളത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് വന്നേക്കാം. അധികം ഏരിയ ഇല്ലാത്ത ഒരു സംസ്ഥാനം കൂടിയാണ്. അതെ അതെ. അപ്പൊ നമ്മൾ മാക്സിമം ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് പറയുന്ന രീതിയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി കാര്യങ്ങൾ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകാം. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഫ്ലാറ്റ് വാങ്ങാനൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഒരു ബാങ്കിനെയൊക്കെ സമീപിക്കുമ്പോൾ അവരെല്ലാം ഇത്തരം കാര്യങ്ങളെല്ലാം നോക്കിയിട്ടാണ് ലോൺ അപ്രൂവൽ ചെയ്യുന്നത്. ഫിനാൻസോ അല്ലെങ്കിൽ ലോണൊക്കെ നമുക്ക് തരുള്ളൂ. അതുകൊണ്ട് തന്നെ അവർ നോക്കും. അപ്പോൾ എത്തരത്തിൽ അത്തരം ബാങ്കുകാർ ഈ ലീഗൽ ഒപ്പീനിയൻ എടുക്കും. ആ തരത്തിൽ തന്നെ ഒരു ലീഗൽ ഒപ്പീനിയൻ ഈ ഫ്ലാറ്റ് അല്ലെങ്കിൽ വലിയ പ്രോജക്റ്റിൽ നമ്മൾ ഇടപെടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കൂടി എടുത്താൽ വളരെ നന്നായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളിൽ നിന്നും കേസുകളിൽ നിന്നൊക്കെ ഒഴിവാവാനും നമുക്ക് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ ഒരു പുതിയ വില്ലയൊക്കെ വാങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഒരു പഴയ വീട് തന്നെ നമ്മൾ വാങ്ങിയിട്ട് റെനോവേറ്റ് ചെയ്യാനുള്ളൊരു പ്ലാനൊക്കെ ഇടുമ്പോൾ, നമ്മളിപ്പോൾ നേരത്തെ ചർച്ച ചെയ്ത പോലെ തന്നെ അതിൻ്റെ ഒരു സാമ്പത്തിക ലാഭം, ഒരു വില്ലയ്ക്ക് തൊട്ടടുത്ത് അല്ലെങ്കിൽ ആ ഒരു ഫ്ലാറ്റിന് തൊട്ടടുത്ത് എന്തൊക്കെ സംഭവങ്ങളുണ്ട്, പോസ്റ്റ് ഓഫീസ് ഉണ്ട്, സ്കൂളുണ്ട്, ഹോസ്പിറ്റലുണ്ട്, സൂപ്പർ മാർക്കറ്റ് ഉണ്ട് എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ വളരെ കൃത്യമായിട്ട് അവരുടെ പരസ്യത്തിലൂടെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇതിനടുത്തുള്ള വേറെ ചില കാര്യങ്ങൾ അവർ ചിലപ്പോൾ കവറപ്പ് ചെയ്തിട്ടുണ്ടാവും. എന്തില്ല എന്നുള്ളത് നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കില്ല. അതവർ വളരെ ബുദ്ധിപൂർവ്വം ചിലപ്പോൾ മൂടി വെച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ അത് ചെക്ക് ചെയ്യുക എന്നുള്ളത് ഒരു ഫ്ലാറ്റ് വാങ്ങുന്ന ഒരാളുടെ ഏറ്റവും വലിയൊരു കാര്യമാണ്. അത് തീർച്ചയായിട്ടും അതൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ ഒരു വില്ല വാങ്ങുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ വളരെ നമ്മുടെ നിത്യജീവിതത്തിൽ വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് അഡ്വക്കേറ്റ് സുജിത്ത് അയിനിപ്പള്ളി നമ്മോട് പങ്കുവച്ചത്. ഇനിയും ഇതുപോലുള്ള നിയമപരമായിട്ടുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് ഇദ്ദേഹം ഇനിയും നമ്മുടെ മുന്നിലെത്തും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.